അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പാക്കറ്റ് പാൽ വെച്ചിട്ട് പനീർ ഉണ്ടാക്കി നോക്കുകയാണ്. നേരത്തെ നമ്മൾ നാടൻ പാൽ വെച്ചിട്ട് പനീർ ഉണ്ടാക്കി നോക്കിയിരുന്നു. അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പാക്കറ്റ് പാലിൽ നിന്ന് എത്രത്തോളം കിട്ടുമെന്ന് നോക്കാം. നമ്മൾ പുറത്തൊക്കെ നിൽക്കുമ്പം എല്ലാവർക്കും എപ്പോഴും കിട്ടാനും സൗകര്യം, നാട്ടിലത്തേക്കാളും കിട്ടാനും സൗകര്യം പാക്കറ്റ് പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ശരിക്കും ഒരു 2.5 ചെറുനാരങ്ങൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഞാൻ 2 ലിറ്റർ പാൽ കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നാരങ്ങ പിഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മുഴുവൻ നാരങ്ങയും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അതിനകത്തുള്ള കുരുവൊക്കെ നമുക്ക് കളയാം. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് 2 ലിറ്ററിൻ്റെ 100% വെള്ളമൊന്നും ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ്. വെള്ളം, പാൽപ്പൊടി, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. ഡയറിയിൽ നിന്നുള്ള ഫ്രഷ് മിൽക്കാണെന്നൊക്കെയാണ് ഇതിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. 100 ml പാലിൽ 4.7 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് ഫുള്ള് ഷുഗറുമാണ്. 3.1 ഗ്രാം ഫാറ്റിൽ 2.1 ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഈ പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ഒരു 100 ml ഏകദേശം എടുത്തിട്ടുള്ള പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ചായയിലേക്കും മറ്റുമായിട്ട് എടുത്തതാണ്. അപ്പോൾ എന്തായാലും തീ ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി പാല് ചുറ്റുഭാഗത്തു നിന്നും തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വൈകാതെ തന്നെ ചെറുനാരങ്ങ നീര് ഇറ്റിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് മുഴുവനായിട്ട് ചേർക്കണ്ട, 1-2 സ്പൂണായിട്ട് ചേർത്ത് ഇളക്കി അങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പം ഓരോ സ്പൂണ് ചേർക്കും തോറും പാലങ്ങനെ പിരിഞ്ഞ് വരും. അഥവാ പൊങ്ങി വരികയാണെങ്കിൽ പാത്രം അടുപ്പത്ത് നിന്ന് അങ്ങ് മാറ്റിയേക്കണം. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കി ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്കിത് തിളച്ച് പുറത്ത് പോകുമെന്നുള്ള ഭയമൊന്നും വേണ്ട. ആദ്യം തന്നെ ഒന്ന് പുറത്തേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ പാലിത് അതേപോലെ ഒന്നങ്ങ് താഴെ പോയിക്കോളും. പിന്നെ വീണ്ടും ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂണ് ചേർത്ത് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പം ഇത് ഫുള്ളായിട്ട് പിരിഞ്ഞ് കിട്ടുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം വേറെയും ബാക്കി വെള്ളം ഒരു മഞ്ഞ നിറത്തിലും കിട്ടും. ഞാനിതിവിടെ റെഡിയാക്കി കഴിഞ്ഞപ്പം ഒരു 4.5 മിനിറ്റോളം സമയം ഇങ്ങനെ എടുത്തിട്ടോ. ചെറുനാരങ്ങ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയായി വരാനൊരു 4.5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 6ാമത്തെ സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയും കൂടി ഒഴിച്ചു കൊടുത്തപ്പോഴാണ് തിളച്ച് വന്നപ്പോൾ അതിനകത്തെ വെള്ളം ശരിക്കും മഞ്ഞ നിറത്തിലായത്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒഴിക്കുമ്പം വെള്ളമായിരുന്നു, ഇപ്പം അത് നേരെ മഞ്ഞയിലേക്ക് മാറി. ഇത്രയേ ഉള്ളൂ. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ വലിയൊരു പാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ സിങ്കിലേക്ക് ഒരു വലിയൊരു ഹോളുള്ള പാത്രം വെച്ചിട്ട്, ഓട്ടപാത്രം വെച്ചിട്ട് അതിനകത്തൊരു മുണ്ട് വിരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ അപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിൻ്റെ മുകളിൽ പിന്നെ നമ്മുടെ സ്ട്രെയിനർ വെക്കുകയാണ്. സ്ട്രെയിനർ വെച്ചാൽ അതിൻ്റെ മുകളിലേക്കൊരു കോട്ടൺ മുണ്ട് വിരിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാടൻ കടയിൽ ഒക്കെ കിട്ടും ലൈനിങ്ങിൻ്റെ ക്ലോത്ത്, മല്ല് തുണി, അതൊക്കെ എടുത്താലും മതി കേട്ടോ. ഇനി ഈ പാല് പിരിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത വെള്ളം വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി കറികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തി മാവ് കുഴക്കാനോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് കളയാണ്.
ഇനി ഈ പാൽ പിരിച്ചതിൻ്റെ മുകളിലേക്ക് 2-3 പ്രാവശ്യം നമ്മുടെ സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ആ ചെറുനാരങ്ങയുടെ പുളിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുന്നത്. അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഈ പ്രോട്ടീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഈ വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ചെറുനാരങ്ങയുടെ പുളിയൊക്കെ ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. നേരത്തെ അരിച്ചെടുത്ത പോലെ തന്നെ നമുക്കൊരു കോട്ടൺ മുണ്ട് വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ മുണ്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് പനീർ ബുർജി അല്ലെങ്കിൽ ഇങ്ങനെ പനീർ പൊടിച്ചെടുത്തതിന് ശേഷമാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി പനീർ ക്യൂബാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഒരു ഹോൾസുള്ള പാത്രത്തിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും നല്ല കനമുള്ളത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഒന്നുകിൽ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ വീട്ടിൽ കനമുള്ള എന്തെങ്കിലും നമ്മുടെ ഇടിക്കല്ലൊക്കെ ഉണ്ടാവില്ലേ, ചെറുത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇടിക്കുന്ന അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം വെച്ച് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വെള്ളം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കനം വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പിച്ചളയുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു സംഭവം അതിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പനീർ എടുത്ത് നോക്കുകയാണ്. അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ എല്ലാം ഒഴുകിപ്പോയിട്ട് ഇപ്പം സംഭവം ഒന്ന് ഹാർഡായിട്ടുണ്ട്. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്കിനി ഇതൊന്ന് തൂക്കി നോക്കാം. 2 ലിറ്റർ പാലിൽ നിന്ന് എത്രത്തോളം പനീർ കിട്ടിയെന്നറിയാലോ. അപ്പോൾ ഞാനിതൊരു വെയിങ് മെഷീൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 230 ഗ്രാമാണുള്ളത്. പിന്നെ നമ്മൾ പാലെടുത്തപ്പോൾ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 100 ml അടുത്ത് പാല് ഞാനെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു 1900 പാലിൽ നിന്ന് ഇതാ 230 ഗ്രാം പനീർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് നാടൻ പാല് വാങ്ങിച്ചിട്ട് ചെയ്തെടുത്തപ്പോഴും ഇത്ര ഒരു വെയിറ്റിൽ തന്നെയാണ് കിട്ടിയത് കേട്ടോ. ആ സമയത്ത് അത് തൂക്കി നോക്കിയിട്ടൊന്നുമില്ല, അത് തൂക്കി നോക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു സൈസ് കണ്ടിട്ട് അത്ര തന്നെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ഇനി വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കി നോക്കൂ. ചിലപ്പം പാലിനൊക്കെ നല്ല ഓഫർ കാണാറുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരുന്നോളൂ.